ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിൽ അധ്യാപകർക്ക് നിർണായക പങ്കുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിച്ചു. ചരക്ക് സേവന നികുതി പരിഷ്കരണം രാജ്യപുരോഗതിക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണാഘോഷ നിറവിൽ മലയാളികൾ. നബി ദിനാഘോഷവും ഇന്ന്. ആശംസകൾ നേർന്ന രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. റഷ്യയുമായുള്ള സംഘർഷം അവസാനിച്ചാൽ യുക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കുമെന്ന് 26 പാശ്ചാത്യ സഖ്യകക്ഷികൾ. US ഓപ്പൺ സെമി ഫൈനലിൽ ഇന്ന് നൊവാക് ജോക്കോവിച്ചും കാർലോസ് അൽക്കാരസും ഏറ്റുമുട്ടും. കേരള ക്രിക്കറ്റ് ലീഗ് സെമി ഫൈനൽ മത്സരങ്ങളും ഇന്ന്. വാർത്തകൾ വിശദമായി. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വിദ്യാഭ്യാസ വിദഗ്ധനും മുൻ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് ഇന്ന്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ അധ്യാപകർക്ക് ദേശീയ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഉത്തരവാദിത്വമുള്ള വിജ്ഞാനവും വൈദഗ്ധ്യവുമുള്ള പൌരന്മാരെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകരുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. आज के सभी पुरस्कार विजेताओं शिक्षकों को हार्दिक बधाई देती हूँ. मुझे ये देखकर प्रसन्नता हो रही है कि स्कूल के स्तर पर शिक्षा में समानता और समावेश के अच्छे संकेत दिखाई दे रहे हैं. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. രാഷ്ട്ര നിർമ്മാണത്തിലെ കരുത്തുറ്റ ശക്തിയാണ് അധ്യാപകരെന്ന് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു. അധ്യാപക ദിനാശംസകൾ നേർന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. അധ്യാപകരുടെ കഠിനാധ്വാനവും സമർപ്പണവും വിദ്യാർത്ഥികളിലെ മികവ് വളർത്തുന്നതിനൊപ്പം രാജ്യവികസനത്തിനും സംഭാവന നൽകുന്നതായി അദ്ദേഹം പറഞ്ഞു. അധ്യാപകർ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുക മാത്രമല്ല, രാഷ്ട്രബോധം വളർത്തുകയും ചെയ്യുന്നുവെന്ന് ശ്രീ പ്രധാൻ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ന് തിരുവോണം. ലോകമെമ്പാടുമുള്ള മലയാളികളും മലയാളത്തെ സ്നേഹിക്കുന്നവരും ഓണം ആഘോഷിക്കുകയാണ്. ഒരുമയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീകമായ ഓണം കേരളത്തിന്റെ സമൃദ്ധമായ സംസ്കാരത്തെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന ഉത്സവം കൂടിയാണ്. കേരളമാകെ ഓണാഘോഷ നിറങ്ങളിലാണ്. വീടുകളിലും പൊതു ഇടങ്ങളിലുമെല്ലാം ഉത്സവാന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നു. പൂക്കളങ്ങളും തിരുവാതിരയും ഓണപ്പാട്ടുകളുമായി നാടെങ്ങും വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ വള്ളംകളി, പുലികളി, സദ്യ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി. വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, സാംസ്കാരിക സംഘടനകളെല്ലാം ഓണാഘോഷത്തിൽ പങ്കുചേർന്നു. കുട്ടികളും യുവാക്കളും കലാപരിപാടികളിലൂടെ പാരമ്പര്യത്തെ പുതുതലമുറയ്ക്കൊപ്പം ചേർത്തു. വിപണികളും നഗരങ്ങളും ഗ്രാമങ്ങളുമെല്ലാം ഓണനിറവിൽ അലിഞ്ഞു ചേരുകയാണ്. പച്ചക്കറി മേളകളും ഓണച്ചന്തയുമെല്ലാം കാർഷിക സമൃദ്ധിയുടെ ഓർമ്മപ്പെടുത്തലായി ജനങ്ങളുടെ ഓണാവേശത്തിന്റെ ഭാഗമായി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതി ദ്രൗപദി മുർമു എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന്റെ അതുല്യ ഉദാഹരണമാണ് ഓണമെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. ദേശീയ ഐക്യം ശക്തിപ്പെടുത്താൻ ഈ അവസരത്തിൽ പ്രതിജ്ഞയെടുക്കാമെന്നും രാഷ്ട്രപതി കൂട്ടിച്ചേർത്തു. ഐക്യത്തിന്റെയും പ്രത്യാശയുടെയും സാംസ്കാരിക അഭിമാനത്തിന്റെയും പ്രതീകമാണ് ഓണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സമൂഹത്തിൽ സൌഹൃദം പ്രോത്സാഹിപ്പിക്കാനും പ്രകൃതിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും ഈ ആഘോഷം സഹായിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ലോകമെമ്പാടുമുള്ള മലയാളികൾ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരും ആശംസകൾ നേർന്നു. തിരുവോണ ദിനത്തിൽ ഭക്തിസാന്ദ്രമായി ശബരിമല സന്നിധാനം. ദർശന പുണ്യത്തിനും തിരുവോണ സദ്യ ഉണ്ണുന്നതിനുമായി ആയിരങ്ങളാണ് എത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. രാവിലെ 10:30 വിഭവസമൃദ്ധമായ തിരുവോണ സദ്യ ആരംഭിച്ചു. ആദ്യം അയ്യപ്പസ്വാമിക്ക് തൂശനിലയിൽ സദ്യ വിളമ്പിയതോടെയാണ് തിരുവോണ സദ്യ ആരംഭിച്ചത്. ദേവസ്വം ജീവനക്കാരുടെ വകയായാണ് സദ്യ നടന്നത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ വകയായി നാളെ അവിട്ടം നാളിലെ ഓണസദ്യ നടക്കും. മലയാളികൾ കൂടുതലായുള്ള UAEയിലും ഗൾഫ് മേഖലയിലും വിപുലമായ ഓണാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. വിദേശത്ത് താമസിക്കുന്ന കേരളീയരെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക ഒരുമയുടെ പ്രതീകം കൂടിയാണ് ഓണം. വിഭവസമൃദ്ധമായ സദ്യയും പായസമേളകളുമൊക്കെയായി പ്രവാസി മലയാളികൾ ഓണത്തെ കൂട്ടായ്മയുടെ ആഘോഷമാക്കി മാറ്റുന്നു.
രാജ്യമെമ്പാടും ഇന്ന് മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ മൗലിദ് സദസ്സുകളും ഘോഷയാത്രകളും കലാമത്സരങ്ങളും അന്നദാനവും നടന്നു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ മിലാദ് ഉൻ നബി ആഘോഷിക്കുന്ന എല്ലാവർക്കും രാഷ്ട്രപതി ആശംസകൾ നേർന്നു. ഈ പുണ്യദിനം നമ്മുടെ സമൂഹത്തിൽ സമാധാനവും ക്ഷേമവും കൊണ്ടുവരട്ടെയെന്നും കാരുണ്യം, സേവനം, നീതി എന്നിവയുടെ മൂല്യങ്ങൾ നമ്മെ നയിക്കട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ചരക്ക് സേവന നികുതി പരിഷ്കരണം രാജ്യ പുരോഗതിക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. GSTയിൽ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾ ഈ മാസം 22-ന് പ്രാബല്യത്തിൽ വരും. ചരക്ക് സേവന നികുതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതുതലമുറ പരിഷ്കാരങ്ങൾ സമൂഹത്തിലെ ഏവർക്കും ഗുണം ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. देश के लिए सपोर्ट और ग्रोथ की डबल डोज है. डबल डोज यानी एक तरफ देश के सामान्य परिवार की बचत और दूसरी तरफ देश की अर्थव्यवस्था को नई मजबूती. नए GST रिफॉर्म से देश के हर परिवार को बहुत बड़ा फायदा होगा. നിലവിലെ 4 നികുതി സ്ലാബുകൾക്ക് പകരം 5%, 18% എന്നിങ്ങനെ 2 സ്ലാബുകളിലാണ് ഘടന നിലവിൽ വരിക. കാർഷിക ഉൽപ്പന്നങ്ങൾ, മരുന്നുകൾ, മെഡിക്കൽ, സർജിക്കൽ, ഡെന്റൽ, വെറ്ററിനറി ഉപകരണങ്ങൾക്ക് നികുതി കുറച്ചു. നിരവധി വിദ്യാഭ്യാസ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങളെ GSTയിൽ നിന്ന് ഒഴിവാക്കാൻ GST കൌൺസിൽ അംഗീകാരം നൽകി. പല ഇനങ്ങളിലും GST ഒഴിവാക്കിയത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. റഷ്യയുമായുള്ള സംഘർഷം അവസാനിച്ച ശേഷം യുക്രൈനിൽ കര, കടൽ, വ്യോമ മാർഗങ്ങൾ വഴി സൈന്യത്തെ വിന്യസിക്കുമെന്ന് 26 പാശ്ചാത്യ സഖ്യകക്ഷികൾ വ്യക്തമാക്കി. യുക്രൈനെ പിന്തുണയ്ക്കുന്ന 35 രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ആണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. US സൈനിക പങ്കാളിത്തമില്ലെങ്കിലും സഖ്യത്തിനുള്ള വാഷിംഗ്ടണിന്റെ പിന്തുണ ഉടൻ ഉറപ്പുവരുത്തുമെന്നും മാക്രോ കൂട്ടിച്ചേർത്തു. ഉപഭോക്താക്കളുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ച് സമയബന്ധിതവും ഫലപ്രദവുമായ നടപടി ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഇതിനായി നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തും. പൊതുവിതരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള രാജ്യവ്യാപകമായ വിലയിരുത്തൽ റിപ്പോർട്ട് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കേന്ദ്രമന്ത്രിക്ക് സമർപ്പിച്ചു. ഡൽഹിയിൽ യമുന നദിയിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിൽ തുടരുന്നു. തുടർച്ചയായി മഴ പെയ്യുന്നതിനാൽ ഇന്ന് രാവിലെ 207.35 മീറ്ററാണ് ജലനിരപ്പ് രേഖപ്പെടുത്തിയത്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സുരക്ഷിത സ്ഥലങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറ്റി. US ഓപ്പൺ പുരുഷ വിഭാഗത്തിൽ ഇന്ന് സൂപ്പർ സെമി. അർദ്ധരാത്രി നടക്കുന്ന സെമി ഫൈനലിൽ സൂപ്പർ താരങ്ങളായ നൊവാക് ജോക്കോവിച്ചും കാർലോസ് അൽക്കാരസും ഏറ്റുമുട്ടും. യാനിക് സിനറും ഫെലിക്സ് ഓഗറും തമ്മിലാണ് രണ്ടാം സെമി. വനിതാ വിഭാഗം ഫൈനലിൽ മറ്റന്നാൾ 1-ാം നമ്പർ താരം അരീന സബലെങ്കയും അമാൻഡ അനിസിമോവയും ഏറ്റുമുട്ടും. അതേസമയം ഇന്ത്യൻ താരം യുകി ഭാംബ്രി ഉൾപ്പെട്ട പുരുഷ ഡബിൾസ് സഖ്യത്തിന് സെമിയിൽ കാലിടറി. UK-യുടെ സ്കൂപ്സ്കി സാലിസ്ബറി സഖ്യമാണ് ഭാംബ്രി മൈക്കൽ വീനസ് സഖ്യത്തെ തോൽപ്പിച്ചത്. കേരള ക്രിക്കറ്റ് ലീഗ് സെമി ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ആദ്യ സെമിയിൽ തൃശൂർ ടൈറ്റൻസ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും. വൈകിട്ട് 6:45 നടക്കുന്ന രണ്ടാം സെമിയിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെയും നേരിടും. ലാറ്റിൻ അമേരിക്കൻ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിൽ കരുത്തരായ അർജന്റീനയ്ക്കും ബ്രസീലിനും ജയം. സ്വന്തം നാട്ടിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളിന് അർജന്റീന വെനസ്വേലയെ തോൽപ്പിച്ചു. ഇതിഹാസ താരം ലയണൽ മെസ്സി ഇരട്ട ഗോൾ നേടി. ചിലിയെയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. എതിരില്ലാത്ത 3 ഗോളിനായിരുന്നു ബ്രസീലിന്റെയും ജയം. UK-യിലെ ലിവർപൂളിൽ നടക്കുന്ന ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ഇന്ത്യയുടെ സാക്ഷി തോക്ചാം സാനമാച്ച ചാനു, പവൻ ബെർട്വാൾ എന്നിവർ വിവിധ വിഭാഗങ്ങളിൽ വിജയം നേടി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് ദേശീയ അധ്യാപക ദിനം. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യത്തിൽ അധ്യാപകർക്ക് നിർണായക പങ്കുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ചരക്ക് സേവന നികുതി പരിഷ്കരണം രാജ്യപുരോഗതിക്ക് പ്രചോദനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണാഘോഷ നിറവിൽ മലയാളികൾ. നബിദിന ആഘോഷവും ഇന്ന്. ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. റഷ്യയുമായുള്ള സംഘർഷം അവസാനിച്ചാൽ യുക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കുമെന്ന് 26 പാശ്ചാത്യ സഖ്യകക്ഷികൾ. US ഓപ്പൺ സെമി ഫൈനലിൽ ഇന്ന് നൊവാക് ജോക്കോവിച്ചും കാർലോസ് അൽക്കാരസും ഏറ്റുമുട്ടും. കേരള ക്രിക്കറ്റ് ലീഗ് സെമി ഫൈനൽ മത്സരങ്ങളും ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.